ഇനി മറ്റു വാർത്തയിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ തോമസ് ഐസക്കിന് ജില്ലാ വരണാധികാരിയുടെ താക്കീത്. കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണെന്ന് വരണാധികാരി. ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് താക്കീത് നൽകിയിരിക്കുന്നു. CK അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, ഐസക്കിനെതിരായ നടപടി ഏത് വിഷയത്തിൽ, ഏത് പരിപാടിയിന്മേലാണിപ്പോൾ? തോമസ് ഐസക് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തുന്നു എന്ന ആശയം ഉന്നയിച്ചുകൊണ്ട് UDF ജില്ലാ കമ്മിറ്റി കളക്ടർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പരാതി പരിശോധിച്ച് കളക്ടർ ആരോപണ വിധേയൻ കൂടിയായ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ വിശദീകരണം തേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം പരിശോധിക്കുകയും ഈ ആക്ഷേപത്തിനിടയാക്കിയ പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച അടിസ്ഥാനത്തിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന് കളക്ടർ താക്കീത് നൽകിയിരിക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ ഇനി പങ്കെടുക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തട്ട പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ നടന്ന തട്ട എന്ന സ്ഥലത്ത് നടന്ന കുടുംബശ്രീ യോഗത്തിൽ പങ്കെടുത്തവർക്ക് വനിതാ വികസന കോർപ്പറേഷന്റെ വായ്പ നൽകുമെന്ന് സ്ഥാനാർത്ഥി വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വന്നത്. ഒപ്പം തന്നെ KDSക്കിന്റെ സൗകര്യങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്നും UDF പരാതിയിൽ പറഞ്ഞിരുന്നു. ഈ വിഷയം വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കളക്ടർ താക്കീത് നൽകുകയും ചെയ്തിട്ടുള്ളത്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.